ഈ പഴയ കാലത്തെ ചില ചൊല്ലുകൾ എന്തർത്ഥവത്താണ്. അത് ഒന്ന് ഞാൻ പറയാം. അതായത് ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണം. അത് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുള്ളൊരു പാഠമാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മളെപ്പോഴും നല്ല നീറ്റ് ഡ്രസ്സിൽ എവിടെ പോയാലും നമുക്കുള്ള നമ്മുടെ വസ്ത്രങ്ങൾ നല്ല നീറ്റായിട്ട് ധരിച്ച് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ അമ്മ ഞങ്ങളെയൊക്കെ എല്ലാ അമ്മമാരും പഠിപ്പിക്കും. ഞാൻ ഞങ്ങളുടെ അമ്മ എടുത്ത് പറയുന്നതല്ല. അപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് ഉള്ള ഡ്രസ്സ് നല്ല അടിപൊളിയാക്കി നീറ്റായിട്ട് പോകാൻ ശ്രമിക്കും. അത് ഞാൻ പണ്ട് പഠിക്കുന്ന കാലത്തൊക്കെ ചിരി വരും. അന്നൊക്കെ ഹാഫ് സാരി ആയിരുന്നു നമ്മുടെ കോളേജിലൊക്കെ ആകുമ്പോൾ ഹാഫ് സാരിയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നല്ല, റെഡ് അതിൽ വെള്ള വട്ടമുള്ള ഹാഫ് സാരി ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനെന്ത് ചെയ്യും, അതിന് മാച്ചിന് ചെമ്പരത്തിപ്പൂ വയ്ക്കുമായിരുന്നു. ചിരിക്കരുതാരും, ഇന്നത്തെ കാലത്ത് ചെമ്പരത്തിപ്പൂ വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വട്ടിൻ്റെ ചെറിയ ലക്ഷണമൊന്നും. പക്ഷെ അന്നത്തെ കാലത്ത് മാച്ചിങ്ങും എല്ലാത്തിനും ഞാൻ ചെറുതിലേ എനിക്കൊരു എനിക്കാണ് ഈ മാച്ചിങ് ഇത്ര. ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് എവിടെ പോകുന്നെങ്കിലും ഡ്രസ്സ് ചെയ്യുള്ളൂ. അതിപ്പോൾ ചിലപ്പം മറ്റുള്ളവർ വിചാരിക്കും ഇവരെന്തിനാണ് ഇങ്ങനെ ഒരുങ്ങി ചമഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ തോന്നലാണ് കേട്ടോ. നമ്മളൊന്ന് നല്ല ഡ്രസ്സ് ചെയ്തിട്ട് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എന്താണ് പറയുന്നത്, സംതൃപ്തി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് മറ്റുള്ളവരെന്ത് പറയുന്നു അവരെന്ത് പറയുന്നു ഒന്നും നോക്കണ്ട. ഇത്രയും പ്രായമായില്ലേ, ഇനി എന്തിനാ ഒരുങ്ങി കെട്ടി നടക്കുന്നതെന്ന് വരെ ചില ജനങ്ങൾ പറയുമായിരിക്കും. ലെറ്റ് ദം ടെൽ എന്ന് കളയാൻ നിങ്ങൾക്ക് കഴിയുമോ? നിങ്ങൾ എവിടെ പോകണമെങ്കിലും, നമ്മളൊരു ഓഫീസായാലും നമ്മുടെ ബന്ധുക്കളുടെ വീട്ടിലായാലും എവിടെ പോയാലും നമ്മളെ നീറ്റായിട്ട് ഡ്രസ്സ് ധരിച്ച് പോയി നോക്കിയേ, അതിൻ്റേതായ ഒരു വില വേറെയാണ്. അപ്പം എന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന ഹസ്ബൻഡ് അതിനേക്കാളും എടുക്കുന്നത്, വീട്ടിൽ പോലെ നീറ്റായിട്ട് നിൽക്കുന്നത്. അധികം ഞാൻ നിൽക്കാറില്ല, എന്നാൽ പേടിച്ചെങ്കിലും നീറ്റായിട്ട് നിൽക്കാൻ ശ്രമിക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ വലിയ വലിയ കാര്യങ്ങളുണ്ടത്.